ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നൊരു മൂവി കാണാൻ പോവാണ് കേട്ടോ. ഒരു ഫിലിം കാണാൻ പോവാണ്. ഞാൻ തീരെ കുറവാണ് ഫിലിം കാണാൻ പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതേ രീതി ഏത് മൂവിയാണ് കാണാൻ പോയതെന്നും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഒരു 75 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നല്ലൊരു തിയേറ്റർ ഉള്ളത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ മണിപ്പാലിലെത്തി. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും മണിപ്പാലിൽ. അങ്ങനെ കനറ മോളിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു. മോളിൽ തിയേറ്ററിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മോൾ ഉറക്കമായിരുന്നു. അങ്ങനെ മോൻ ഞങ്ങളുടെ ഇടയ്ക്ക് കയറി. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി കേട്ടോ. സോ ഞങ്ങളുടെ ഇവിടുത്തെ തിയേറ്ററൊക്കെ നിങ്ങൾ കാണണേ. നിങ്ങളുടെ അവിടുത്തെ തിയേറ്റർ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് കൊടുക്കണം കേട്ടോ. അങ്ങനെ തിയേറ്ററിൻ്റെ അവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ 3rd ടൈമാണ് മൂവി കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്ത് ശോകം പിടിച്ച ആളാണ്. അതെ കേട്ടോ, മൂവിയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആളാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇവിടെ ഇതിപ്പോൾ എമ്പുരാൻ കാണാനും ഞാൻ ഇതേ മോളിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞതാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരുമില്ല. പിള്ളേരെ കണ്ടോ, എൻ്റെ കൂടെ ഉള്ളവർ ആരാന്ന് മനസ്സിലായില്ലേ? പിള്ളേരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചേച്ചിയും പിള്ളേരുമാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ അവിടെ കഫേയിൽ ക്ലോസ് ആവുന്ന ടൈമായി കളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരാം, എനിക്കും കളിക്കാൻ തോന്നുന്നു. ലൈക്ക് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഓടിക്കളിക്കത്തില്ലേ, അങ്ങനെ ഒരു തോന്നിയിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാനും വരുവാന്ന് പറഞ്ഞു. ഇച്ചായനോട് പറഞ്ഞു ഞാൻ കളിക്കാൻ പോവുക പിള്ളേരുടെ കൂടെ നിന്ന്. അപ്പോൾ ഇച്ചായൻ ഹൂന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചായനും മോൾ ഉറക്കമായിരുന്നു, അതുകൊണ്ട് മോളും കൂടെ പോയിരുന്നു. അപ്പോൾ ഇവർ അവിടെ കൊടുപ്പോൾ ഞാനിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തു, ആ ഏരിയയിലൊന്നും പോകില്ല, ഇവിടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചെടുത്ത് കളിക്കാൻ, ചെയ്യാത്തടുത്ത് പോയി കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തെടുത്ത് കളിക്കാമെന്ന് പറഞ്ഞ് കളിക്കുവാണ്. ഞാൻ ഇവളെയാണ് ടാർഗറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഉള്ളതിൽ വലിയുള്ള അവളാണ്. അപ്പോൾ അവളെ ഒന്ന് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അവളെ ഇട്ട് ഓടിക്കാൻ നോക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ വരുന്നുണ്ട്, അവളുടെ അനിയൻ. അവനെ ഒന്ന് തട്ടി മാറ്റി എൻ്റെ മോൻ ഞാൻ ഇവരെ ഓടിക്കുന്നുണ്ട്. അപ്പം നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന ആൾ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് അവനെ, പക്ഷെ അവൻ അവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. ഫൈനലി ഇവൻ മാത്രം പെൻഡിങ് ആയി. അവരെ രണ്ടുപേരെ ഞാൻ എന്തായാലും ഔട്ടാക്കി. അപ്പം തന്നെ വേറെ പയ്യന്മാരൊക്കെ അവിടെ വന്നിരുന്നു, അതൊന്നും മൈൻഡ് ചെയ്തില്ല. കളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇച്ചാൻ പറഞ്ഞപ്പോൾ എൻ്റെ മടി കയറിയിരുന്നു, കുറച്ച് റിലാക്സ് ആകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ സീറ്റ്സ് എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന കാരണം അങ്ങനെ ഇച്ചാൻ്റെ മടിയിലൊക്കെ ഇരുന്നപ്പോഴത്തേന് മൂവിക്ക് ടൈം ആയെന്നുണ്ട് അവർ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ബാ മതി മൂവിക്ക് ടൈം ആയി കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂവിക്ക് കയറും. അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ടിക്കറ്റ് എല്ലാം കാണിച്ച് സ്കാൻ ചെയ്തത് അകത്ത് കയറുന്നതല്ല ഫ്രണ്ട്സ്, മൂവി കാണുന്നതും അല്ല ബുദ്ധിമുട്ട്, ഇവിടെയുള്ളതാണ്. ഇവിടുത്തെ ചിലവാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്ത. എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ, നല്ല ചിലവാണ്. നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് കയറുമ്പോൾ അവിടെയുള്ള സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, അവരുടേതേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അത് എത്ര ചാർജ് ആണെങ്കിലും നമ്മൾ കൊടുത്ത് വാങ്ങിച്ചു തരും. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും പിള്ളേർക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളെന്നും മൂവിക്കൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് മൂവിക്കൊക്കെ വരണം, ഇതൊക്കെ കഴിക്കാം, ഇങ്ങനെയൊക്കെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ അകത്ത് നോക്കിയിട്ട് നമ്മൾ എന്നാൽ പിന്നെ വലിയ ബക്കറ്റ്സ് തന്നെ ടബ് തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചീസിൻ്റെ ഒന്ന് സോൾട്ടിൻ്റെയും ടബ്